എമ്പുരാൻ സിനിമയുടെ നിർമ്മാണ ചുമതല അവസാന നിമിഷം ഏറ്റെടുത്ത ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിലെല്ലാം പരിശോധന നടത്തി. ചെന്നൈയിലെയും കൊച്ചിയിലെയും ഓഫീസുകളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. ഇതോടെ സംഘപരിവാറിനെ പ്രകോപിപ്പിച്ച എമ്പുരാൻ ഇഫക്റ്റാണോ ഇതിന് പിന്നിലെന്ന ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ പരിശോധന ഇപ്പോൾ നടക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടെന്നാണ് ലഭിക്കുന്ന വിവരം. മലയാളത്തിൽ വൻ ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ വിതരണക്കാരായിരുന്നു ശ്രീ ഗോകുലം മൂവീസ്. ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരൻ്റെയും പേരിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഡിയുടെ കേസിലേക്ക് എത്തിയത്. കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഡിക്ക് 2 സിനിമാ നിർമ്മാതാക്കൾ നൽകിയിരുന്നു. ഇതേ തുടർന്ന് കൂടുതൽ പരിശോധന നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെ പറവ ഫിലിംസിൻ്റെ ഉടമസ്ഥരായ ഷോൺ ആൻ്റണിയെയും സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്തിരുന്നു. സിനിമയുടെ വിതരണക്കാരായ ഗോകുലം മൂവീസ് സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ഡിയുടെ കണ്ടെത്തൽ. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചതായുള്ള പരാതിയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഗോകുലം ഗോപാലിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സിന് സമാനമായി മറ്റു പല സിനിമകളുടെയും റേറ്റിംഗ് ഉയർത്തിക്കാണിക്കാൻ പിന്നിൽ ലോബികൾ പ്രവർത്തിക്കുന്നതായാണ് ഇവരുടെ പരാതി. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിലതും ഈ ലോബിയുടെ നിയന്ത്രണത്തിലാണെന്നും പരാതി ഉയരുന്നു. തമിഴ്നാട്ടിലെ വിതരണ ചുമതലയുണ്ടായിരുന്ന ഗോകുലം മൂവീസ് തിയേറ്ററുകളുമായി ഒത്തുകളിച്ച് കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ആക്ഷേപം. പ്രദർശനത്തിന് 5-6 മണിക്കൂർ മുൻപ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുള്ളായി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിലധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിച്ചതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കമാണ് ഡിക്ക് പരാതി ലഭിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശമെത്തും. ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനിലായി കണക്കിൽ വരും എന്നതാണ് തന്ത്രം. ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളുടെ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാൻ ചരട് വലിക്കുന്നതായും പരാതിയിൽ ഉയർന്നിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ മറവിൽ വൻ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നെന്നാണ് ആക്ഷേപം. ഈ പശ്ചാത്തലത്തിലാണ് ഗോകുലത്തിൽ എത്തിയതും. അതേസമയം റിപ്പോർട്ടർ ചാനൽ ഉടമകളുമായുള്ള ഗോകുലം ഗോപാലിൻ്റെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റിപ്പോർട്ടർ ചാനലിൽ ഗോകുലം ഗോപാലിന് പ്രത്യക്ഷത്തിൽ നിക്ഷേപങ്ങളൊന്നുമില്ല. എന്നാൽ ചാനൽ ഉടമകളുമായി ചേർന്ന 2 നക്ഷത്ര ഹോട്ടലുകളുടെ നടത്തിപ്പിൽ ഗോകുലം ഗോപാലിന് ബന്ധമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു. BJP നേതാവ് ശോഭാ സുരേന്ദ്രനും ഗോകുലത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരിശോധനയ്ക്ക് എത്തുന്നത്. ഗോകുലത്തിൻ്റെ ചെന്നൈ, കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലാണ് പരിശോധന നടത്തിയത്. വിശദമായ പരിശോധനയാണ് നടത്തിയതെന്നാണ് വിവരം. ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എമ്പുരാൻ 200 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു. കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടെയാണ് റെയ്ഡ്. വിവാദമായ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എമ്പുരാൻ ഏറ്റെടുത്തത്. സിനിമ റിലീസായതിന് പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ വലിയ വിവാദം ഉയർന്നിരുന്നു. പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുതെന്ന് കരുതിയാണ് എമ്പുരാനുമായി സഹകരിച്ചതെന്ന് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയിരുന്നു.